കൊല്ലം സ്വദേശിനിയായ യുവതി ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിൽ പരാതിയുമായി കുടുംബം. ശൂരനാട് സ്വദേശി രേഷ്മയെയാണ് പുന്നപ്രയിലെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അജിത്തും വീട്ടുകാരുമാണ് രേഷ്മയുടെ മരണത്തിന് കാരണക്കാരെന്ന ആരോപണത്തിലാണ് കുടുംബം. യുവതി എഴുതിവെച്ച കുറിപ്പും ഫോൺ സംഭാഷണവും ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തിയാണ് കുടുംബത്തിന്റെ പരാതി. സന്തോഷത്തോടെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ലെന്ന രേഷ്മ അച്ഛനോട് പറയുന്നതിന്റെ ഓഡിയോ സന്ദേശങ്ങളാണ് കുടുംബം പുറത്തുവിട്ടത്. എനിക്ക് ജീവിക്കാൻ പറ്റുമെച്ചാ മനസ്സിലാക്കി. എത്രയോ പേര് ജീവിക്കും. കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാനുണ്ട്. ഇവരെ സമ്മതിക്കത്തില്ല. ഇയാളില്ലാതെ പറ്റത്തില്ല. അതെനിക്ക് 100-150% എനിക്ക് ഉറപ്പാണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ ഈ കെഞ്ചി പുറകോട്ട് പോയി യാചിച്ച് സ്നേഹം കണ്ടെത്തുന്നത്? ഭർത്താവിൽ നിന്നുമുണ്ടായ മാനസിക പീഡനങ്ങളാണ് രേഷ്മ അച്ഛനോട് പറയുന്നത്. പുന്നപ്ര സ്വദേശി അജിത്തുമായി 2018 ഏപ്രിൽ 15-നാണ് രേഷ്മയുടെ വിവാഹം നടന്നത്. തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രേഷ്മയെ ആലപ്പുഴയിലെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനവുമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് പരാതി. രേഷ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ഭർത്താവ് എത്താത്തതും കുടുംബത്തിന്റെ സംശയം വർദ്ധിപ്പിച്ചു. അത്ര ക്രൂരതയാണ്. അവനോ അവന്റെ വീട്ടുകാരോ ഇതുവരെ ഞങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അവസാനമായിട്ട് 5-6 വർഷം അവൻ്റെ കൂടെ താമസിച്ച അവൻ്റെ ഭാര്യനെ കാണാൻ പോലും അവൻ വന്നില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുമില്ല. അവിടെ മുഖമൊന്നും അവൻ കാണുന്നില്ല. അവന് അതുപോലെ ദുഷ്ടനാണ് അവൻ. അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരു പെൺകുട്ടി അവൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞോളാം. ഒരു കണ്ണീരെങ്കിലും അവൻ്റെ കണ്ണിൽ നിന്ന് വീഴത്തില്ല. അതുപോലും വീണില്ല. താൻ നേരിട്ട പീഡനങ്ങളും അവഗണനയും രേഷ്മ എഴുതി വച്ചിരുന്നു. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെയാണ് യുവതിയുടെ കുറിപ്പ്. രേഷ്മയെ ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് ആരോപണം. പുന്നപ്ര പോലീസ് ആത്മഹത്യാ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും കേസെടുക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, കൊല്ലം.